ഇന്നത്തെ ഗൈഡഡ് ടോക്ക് നേരത്തെ ഇൻട്രോയിൽ മെൻറ്റർ ഖദീജ മെൻഷൻ ചെയ്തതുപോലെ ടേക്ക് ഓവർ ചെയ്യല്ല, നമ്മൾ ഈ ഫ്ലോൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം ഇന്നത്തെ ഡിസ്കഷന് നിങ്ങൾ ആഡിൽ കണ്ടിട്ടുണ്ടാവും, മാക്രോ കോസ്മിക് ഇൻ്റഗ്രേഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ആക്ച്വലി നമ്മൾ ഈ ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗൈഡിനോട് ഇങ്ങനെ 2 ദിവസം മുന്നേ ചോദിക്കും, എന്താണ് ഇന്നത്തെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ടോപ്പിക്സ് ഇടാറുള്ളത്. അപ്പം 2 ദിവസം മുന്നേ ഗൈഡിനോട് ചോദിക്കുന്ന സമയത്ത് ഗൈഡ് എടുക്കാൻ പോകുന്ന ഒരു സെഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഇട്ടൊരു ടോപ്പിക്കാണ് മാക്രോ കോസ്മിക് ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. അപ്പം ഇതിൽ ഗൈഡ് ടോക്ക് 250 സെലിബ്രേഷനിൽ പങ്കെടുത്ത നമ്മുടെ ഇവൻറ്റിൽ പങ്കെടുത്ത ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു 2 ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഗൈഡ് 2 തരത്തിൽ നമ്മുടെ ലൈഫിനെ, നമ്മുടെ പേഴ്സ്പെക്റ്റീവിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് മൈക്രോ ലെവലും ഒന്ന് മാക്രോ ലെവൽ രീതിയിൽ നമുക്ക് എങ്ങനെ ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ വീക്കിലെ ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച്, ഓരോ നിമിഷവും നമ്മൾ വണ്ടർ ഫീലിങ്ങിലാവുന്നതിനെക്കുറിച്ച് ഗൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എത്ര പേര് ഗൈഡ് ടോക്ക് കഴിഞ്ഞ വീക്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ റെക്കോർഡിംഗ് കണ്ടവരൊക്കെ ഇതിലുണ്ടാവുമല്ലോ. അപ്പം ഓരോ നിമിഷവും നമ്മൾ ഈ ക്യൂരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് ഗൈഡ് ടോക്കിൽ പറഞ്ഞും പറയാതെയൊക്കെ മെൻഷൻ ചെയ്തു പോകുന്നൊരു സംഭവമാണ്. ഓരോ മൊമെൻറ്റും അൺട്രാവൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇതുവരെ പ്രതീക്ഷയില്ലാത്ത രീതിയിൽ, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്തോ ഒരു പുതിയ കാര്യം തൊട്ടടുത്ത മൊമെൻറ്റിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു ക്യൂരിയസ് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ ഒരു ഇന്നസെൻറ്റ് സ്റ്റേറ്റിൽ, ഒരു കുട്ടിയുടെ സ്റ്റേറ്റിൽ നമ്മളിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഗൈഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങൾക്ക്, നമ്മളിപ്പോഴും പറയുന്നതാണ്, പ്രത്യേകിച്ചും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ മിനിമലായിട്ടുള്ള, സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ ഈ നന്ദിയുടെ ബോധം, അല്ലെ, കൃതജ്ഞതാബോധം, ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ശരിക്കും ഇവോക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു റിയാലിറ്റി. അപ്പോൾ നമ്മൾ ഗൈഡ് ടോക്കിലിരിക്കുന്ന സമയത്തും ഈ ഡിസ്കഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ശ്രദ്ധ എത്താത്ത ഇടങ്ങളിലേക്ക് നമ്മുടെ അവെയർനെസ്, നമ്മുടെ കോൺഷ്യസ്നെസ് ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ഉണർവുണ്ട്, നമുക്കുണ്ടാകുന്ന ഒരു അവേക്കണിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു തരത്തിലുള്ള പുതിയൊരു പോർഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണരുന്നത് പോലെ നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. ഓക്കെ, ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്തു പോകുന്നുണ്ടാവും, പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും, പക്ഷേ കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ. നമ്മളെല്ലാവരും പല രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ വെൻ വി ലുക്ക് വി സീ മെനി തിങ്സ്. നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള, വളരെ സ്മോൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മുടെ അവെയർനെസ് കൃത്യമായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് പോകുന്ന സമയത്ത് സംതിങ് ഹാപ്പൻസ് വിത്തിൻ അസ്. എന്തോ ഒരു മാജിക്ക് നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഇനി അടുത്ത മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മിസ്റ്ററി, ഒരു ക്യൂരിയോസിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ അവേക്കൺ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ഗൈഡ് ടോക്കിൽ ആ ലെയർ ബൈ ലെയർ ആയിട്ട് അതെങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ നമ്മളൊരു മാക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തും, സയൻസ് ആവട്ടെ ഇനി എക്കണോമിക്സ് ആവട്ടെ, ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ 2 പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് പലപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡിസ്കഷൻ്റെ ഇടയിൽ ഈ ടോപ്പിക്സിൻ്റെ ഈ ലെവൽ കൂടി വരുന്ന സമയത്ത് ഒരാൾ ചോദിച്ചതാണ്, ഇതെന്താണ് സയൻസ് ക്ലാസ് ഒക്കെ ആയിട്ട് മാറിപ്പോയിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബട്ട് ഗൈഡ് എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ഗൈഡ് ടോക്കിൽ എന്തും വിഷയമാണെന്നുള്ളത്. ഓക്കെ, ഗൈഡ് ടോക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഗൈഡഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ള ഇൻറ്റൻഷനിൽ മാത്രം ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തും സബ്ജക്റ്റായിട്ട് മാറാം. അപ്പോൾ ഒരു അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഒരു സീക്കറെ സംബന്ധിച്ചിടത്തോളം എവ്രിതിങ്
ഇസ് എ വേ ടു റീച്ച് ഹിസ് ഓർ ഹെർ സോഴ്സ്. ഓക്കെ, ഒരു അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സോഴ്സിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ക്രിയേറ്ററിലേക്ക് എത്താനുള്ള മീഡിയംസ് ആണ് ചുറ്റിലും കാണുന്നതെല്ലാം. അപ്പം ഈ സീക്കേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മൾ സീക്കേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സീയിങ് ഉണ്ട് അല്ലേ, സീക്കേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സീക്കിംഗ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സീയിങ് ഉണ്ട്. അപ്പം നമ്മുടെ സീയിങ്, നമ്മുടെ കാഴ്ച ഒരു സീക്കറിൻ്റെ സീയിങ് ആവുമ്പോൾ, നമ്മുടെ സീയിങ് ഒരു സീക്കറിൻ്റെ സീയിങ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തും വിഷയമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. എന്തും വിഷയമാവുക എന്ന് പറയുമ്പോൾ ഏത് വിഷയവും നമ്മുടെ സോഴ്സിലേക്ക്, നമ്മുടെ സൃഷ്ടാവിലേക്ക്, നമ്മളെ ഇവിടെ ഈ ഒരു പോയിന്റ് വരെ ഗൈഡ് ചെയ്ത് എത്തിച്ചിട്ടുള്ള ആ ഒരു എനർജി സോഴ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഒരു മാജിക്. ഓക്കെ, അപ്പം നമുക്കെല്ലാവർക്കും ആ ഒരു സീയിങ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാഴ്ചക്കാരാണ്, പലരും പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സീയിങ്, നമ്മുടെ കാഴ്ച ഒരു അന്വേഷിക്കുന്ന ആളുടെ, ഒരു സീക്കറിൻ്റെ സീയിങ് ആണോ എന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സോഴ്സിനെ കുറിച്ച് നമുക്ക് ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളൊരു ഫിക്സ്ഡ് സ്റ്റേറ്റിലാവുന്ന സമയത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോളിനകത്ത് അല്ലേ, ഒരു കിണറിനകത്താണ് നമ്മൾ നിലകൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വേൾഡിനെ കുറിച്ച് റൈറ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ബട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ജോയിൻ ചെയ്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു പ്രത്യേകത, നിങ്ങൾ സാധാരണക്കാരല്ല. ഓക്കെ, അത് നമ്മൾ ഭയങ്കര സംഭവമാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പറയല്ല, ബട്ട് യു ആർ നോട്ട് ഓർഡിനറി, നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആണ്. കാരണം ഈ ലെവൽ ഓഫ് ഡിസ്കഷനിലേക്ക് നമുക്ക് കുറച്ച് സമയം നമ്മുടെ സെൽഫിനെ എത്തിക്കണമെങ്കിൽ തന്നെ ഇറ്റ് ടേക്സ് എ ലെവൽ ഓഫ് പേഷ്യൻസ്. ഓക്കെ, അത് ഒരു തരത്തിലുള്ള പേഷ്യൻസ് കൊണ്ടും ഒരു തരത്തിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള തേഴ്സ്റ്റും ഉള്ളിലുണ്ടാകുന്ന സമയത്താണ്. കാരണം നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകാനും പല രീതിയിലുള്ള ഇൻഫർമേഷനിലൂടെ ഒക്കെ പാസ് ചെയ്യാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും വി സീക്ക് എ വെരി പർട്ടിക്കുലർ വേ. നമ്മൾ ഒരു തരത്തിലുള്ള ഗൈഡഡ് ടോക്കിൻ്റെ ഒക്കെ ശൈലിയിലുള്ള ഒരു പർട്ടിക്കുലർ വേ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ഓർഡിനറിയിൽ നിന്നും നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു എക്സ്ട്രാ തേഴ്സ്റ്റ്, ഒരു ദാഹം അധികമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് സീയിങ് നമ്മുടേത് എന്താവണം, ഒരു സീക്കറിൻ്റെ കാഴ്ചയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ്. അപ്പം ഈ മാക്രോ ലെവലിലും മൈക്രോ ലെവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ, എല്ലാ സബ്ജക്റ്റിലും ഇതിൻ്റെ ഒരു വേരിയേഷൻ ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ എക്കണോമിക്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാറുള്ള ഒരു സംഭവമാണ് ഈഗിൾസ് ഐ വ്യൂ എന്ന് പറയും, അതുപോലെ തന്നെ വേംസ് ഐ വ്യൂ എന്ന് പറയും. ഈഗിൾസ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മാക്രോ ലെവലാണ്, നമ്മളൊരു മുകളിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു രീതി. ഓക്കെ, എല്ലാ കാര്യങ്ങളെയും ഒരു സംയോജിതമായിട്ട് ഒരു സൂം ഔട്ട് വ്യൂവിൽ നമ്മൾ നോക്കിക്കാണുന്ന ഒരു രീതിയെക്കുറിച്ചാണ് ഈഗിൾസ് ഐ വ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു വേംസ് ഐ വ്യൂ, ഒരു പുഴു എങ്ങനെയാണോ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് അത്രയും മൈന്യൂട്ട് ലെവലിലും നമുക്ക് കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഈഗിളിനെ സംബന്ധിച്ചിടത്തോളം ഈഗിളിന് ഈഗിളിൻ്റെ പെർസ്പെക്റ്റീവിലേ കാണാൻ പറ്റുള്ളൂ അല്ലേ, ഈഗിളിൻ്റെ പെർസ്പെക്റ്റീവിലേ കാണാൻ പറ്റുള്ളൂ. ഈ വേമിനെ സംബന്ധിച്ചിടത്തോളം വേമിന് ആ വേമിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബട്ട് ആസ് ഹ്യൂമൻസ്, ഓക്കെ, ആസ് ഹ്യൂമൻസ് ആൻഡ് ആസ് സീക്കേഴ്സ്, അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഹ്യൂമൻസ് ആൻഡ് ആസ് സീക്കേഴ്സ് ഓഫ് പ്യുവർ വിസ്ഡം, നമ്മൾ വിസ്ഡം സീക്ക് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ രണ്ട് പേഴ്സ്പെക്റ്റീവും എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് പേഴ്സ്പെക്റ്റീവും എക്സ്പ്ലോർ ചെയ്യാനുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണോ ഒരു ഈഗിൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണോ ഒരു വേം ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, ഈ രണ്ട് വ്യൂസും നമ്മുടെ ഉള്ളിൽ ഒരു ബാലൻസ് ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഫ്ലോ, ഇറ്റ് ബിക്കംസ് എ ഡിഫറെൻറ്റ് ലെവൽ. നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒഴുക്കിലേക്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫ്ലോയിലേക്ക് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. ആ ഒരു ഇൻറ്റഗ്രേഷൻ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സൂം ഔട്ട് വ്യൂവിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നു, ഒരു ബ്രോഡർ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നു, അതേസമയം തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലും കാര്യങ്ങളെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു ബാലൻസ്. ഇപ്പോൾ കഴിഞ്ഞ ഡിസ്കഷനിൽ ഗൈഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ മൈന്യൂട്ട് കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു മാക്രോ ലെവലിൽ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഈഗിൾസ് ഐ വ്യൂ എന്ന് പറയുന്ന സമയത്ത്
മുകളിൽ നിന്ന് നോക്കിക്കാണുന്ന സമയത്ത് എവറിത്തിങ് ബിക്കംസ് സ്മോളർ അല്ലേ? താഴെ നിന്ന് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വേമായിട്ട് നോക്കുന്ന സമയത്ത് എവറിത്തിങ് അപ്പിയേഴ്സ് ബിഗർ, എല്ലാം വലുതായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. നേരെ മറിച്ച് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാം ചെറുതായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ എമൗണ്ട് കൂടുതലാണ്, അതിൻ്റെ സ്കെയില് കൂടുതലാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 10 മടങ്ങ് കൂടുതൽ ആളുകൾ അതിൽ കൂടിച്ചേർന്നാൽ, ഇപ്പോൾ ഞാൻ ഒരാളെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ഫാറൂഖ് സാറിനെ കുറിച്ച് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഫാറൂഖിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എ മൈക്രോ ലെവൽ അനാലിസിസ്. അപ്പോൾ അതേപോലത്തെ ഒരു 10 ഫാറൂഖുകൾ വരുന്ന സമയത്ത് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കംപ്ലീറ്റ്ലി മാറാണ്. അപ്പം ഇതൊരു മെറ്റഫറാണ്. അപ്പോൾ ലൈഫിൽ നമുക്ക് ഓരോ കാര്യത്തെയും ഇതേപോലെ ഒന്നും പലതും എന്നുള്ള രീതിയിലേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ശൈലി. അപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ 10 ആക്കുന്ന സമയത്ത് അതിനെ വേറെ തന്നെ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഓരോ മൊമെൻറ്റും നമ്മൾ അൺട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് ഓരോ മൊമെൻറ്റും ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്നതോടൊപ്പം തന്നെ എല്ലാ മൊമെൻറ്റ്സിനെയും നമ്മളൊന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു മൂവി കാണുന്നത് പോലെ നമ്മൾ ഒരു വേറെ തന്നെ ഒരാളായിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റി വെച്ച് നോക്കി കാണുന്ന രീതിയിലേക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു മൗണ്ടൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ വാലീസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പീസ്ഫുൾനെസ് ഉണ്ട് അല്ലേ, അത് വളരെ ചെറുതായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് തന്നെ എന്തൊക്കെയാണ് ശരിക്കും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഒന്ന് മാറി നിന്ന് നോക്കുന്ന സമയത്ത് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്കവിടെ റൈറ്റായിട്ട് കിട്ടണം. വെൻ വി ആർ ഇൻ ആർ ഹൗസ് അല്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അകത്താവുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് ഒരു ഡ്രോണൊക്കെ വീട്ടിൻ്റെ മുകളിലൂടെ നമ്മളൊന്ന് പാസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ നോക്കി കാണുന്ന സമയത്ത് മറ്റ് ഒരു ലെവലിലുള്ള ഒരു ഡിഫറെൻറ്റ് വൈബ്രേഷനിലുള്ള ഒരു നോട്ടമായിട്ട്, ഒരു സീയിങ് ആയിട്ട് അവിടെ ആ ഒരു നോട്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ ഹൗ ക്യാൻ വി ഇൻറ്റഗ്രേറ്റ് ദിസ് ബോത്ത്? ഇത് എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ളൊരു ഇൻറ്റഗ്രേഷനായിട്ട് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഈ ഡിസ്കഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി 2 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മൊമെൻറ്റും എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതിൻ്റെ ഒരു ആസ്പെക്റ്റ് നമ്മൾ അൺട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഗൈഡ് ടോക്കിലിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ സംഭവിക്കുന്നതാണ് നമ്മളിൽ നിന്ന് തന്നെ ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടാണ് കാര്യത്തെ നോക്കി കാണുന്നത്. ഓക്കെ, നമ്മളെ തന്നെ ഒന്ന് മാറ്റി നിർത്തിയിട്ടാണ് നമ്മുടെ ലൈഫിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ തന്നെ ഒരാൾ എങ്ങനെയായിരിക്കും ലൈഫ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു മാക്രോ ലെവലിൽ നമ്മളെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞും അറിയാതെയും ഈ ഡിസ്കഷൻ്റെ ഇടയിലൂടെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇൻ ദ മൊമെൻ്റ് ആവുന്ന സമയത്ത്, ഒരു കാര്യത്തിനകത്താവുന്ന സമയത്ത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനിരിക്കെ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളും അതിൽ ഉൾപ്പെടുകയും അത് നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയിൽ എത്താൻ പറ്റാതെയും ആവാറുണ്ട്. അപ്പോഴാണ് നമ്മളൊരു ഗൈഡ് ടോക്കൊക്കെ അറ്റൻഡ് ചെയ്ത് ആ പ്രശ്നത്തെ വീണ്ടും നോക്കി കാണുന്ന സമയത്ത് സംതിങ് ഹാപ്പൻസ് ഇൻസൈഡ് അവർ മൈൻഡ്. അത് എന്തോ ചെറുതായതുപോലെ, അല്ലെങ്കിൽ ഒന്ന് മൃദുലമായതുപോലെ, ഒന്ന് സോഫ്റ്റ് ആയതുപോലുള്ളൊരു പ്രോസസ്സ് അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് കുറച്ച് സമയത്തേക്ക് നമ്മളൊരു ഈഗിൾസ് ഐ വ്യൂയിലേക്ക് നമ്മുടെ ലൈഫ് മാറി എന്നുള്ളതാണ്. നമ്മളിൽ നിന്നൊന്ന് വിട്ടുപോയിട്ട് ഒന്ന് മുകളിൽ നിന്ന് നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒന്ന് മാറി നിന്ന് നോക്കുന്നത് പോലെ നമ്മുടെ ലൈഫിനൊന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ തന്നെ അവിടെ ചെറുതായിട്ടുള്ളൊരു വേരിയേഷൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം റീസെൻ്റായിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിൽ സെൽഫ് ആക്ച്വലൈസേഷൻ വിസ്ഡം ഒക്കെ സീക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയൊരു സംഭവമാണ്, ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രം തന്നെ ഒന്നും ഇടപെടാതെ, ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇടാതെ, യാതൊരു തരത്തിലുള്ള ടെൻഷനോ പ്രഷറോ ആങ്സൈറ്റിയോ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യാതെ ജസ്റ്റ് ബൈ ഒബ്സർവിങ് ഇറ്റ് ചേഞ്ചസ് ബൈ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ബൈ ഇറ്റ് സെൽഫ് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ചേഞ്ച് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. യൂണിവേഴ്സ് ഇസ് ഓൾവേസ് എക്സ്പാൻഡിങ്. ഈ പ്രപഞ്ചം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മെജോറിറ്റി കാര്യങ്ങളും നാച്ചുറലി തന്നെ മാറുന്നുണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആകുന്നത് കൊണ്ടും
അനാവശ്യമായിട്ട് നമ്മുടെ ഇടപെടൽ അതിൽ വരുത്തുന്നത് കൊണ്ടുമാണ് പല സമയത്തും നമുക്ക് ഒരു പ്രശ്നവും ആകാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അപ്പം യൂണിവേഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ വേ. ഇപ്പോൾ നമ്മൾ ഗൈഡഡ് ആവുന്നതിനെ കുറിച്ച് പറയാറുണ്ടല്ലേ, ഗൈഡഡ് ടോക്കിൻ്റെ ആ ഒരു സംഭവം തന്നെ ഇറ്റ് ഇസ് ടു ബി ഗൈഡഡ്. നമ്മൾ ആ നേച്ചറിൻ്റെ ഫ്ലോയിലേക്ക്, യൂണിവേഴ്സിൻ്റെ ഫ്ലോയിലേക്ക്, പ്രകൃതിയുടെ ആ ഒരു ഒഴുക്കിലേക്ക് ചേരുന്നതിനെ കുറിച്ചാണ്. അപ്പം ഇവിടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള റൈറ്റ് പ്ലേസിലേക്ക് എത്തിക്കുന്ന, ലൈറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ഒഴുക്ക് നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മുടെ പ്രോഗ്രാമിങ്ങും വെച്ചിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മേഖല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന റോളിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ്, അത് വലിയ ഡാർക്ക്നെസ്സിലേക്ക് നയിക്കും, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തകർന്നടിഞ്ഞു പോകും എന്നുള്ള ഒരു ഫിയർ എലമെൻറ്റോട് കൂടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മളെ കൊണ്ടിടുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്ട്രക്ഷനാണ്. അൾട്ടിമേറ്റ്ലി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, ഞാൻ ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ കയ്യിലല്ല കൺട്രോൾ എങ്കിൽ, അങ്ങനെയാണല്ലോ, എൻ്റെ കയ്യിൽ കൺട്രോൾ ഇല്ല എന്ന് തോന്നുന്ന സമയം മുതൽ നമ്മൾ ബേജാറിലാണ്, നമ്മൾ ഫിയറിലാണ്. ഓക്കെ, വി ആർ നോട്ട് ഇൻ കൺട്രോൾ എന്ന് തോന്നൽ വന്നാൽ മതി. ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് പോലെ ഉള്ളൊരു ഫീലിംഗ് അവിടെ സംഭവിക്കുന്നുള്ളതാണ്. സോ വാട്ട് ഹാപ്പൻസ് ദെയർ? അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവിടെ ഈ ഫിയർ എലമെൻറ്റ് നമ്മുടെ പ്രോഗ്രാമിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ള ഇന്ന കാര്യം എൻ്റെ കൺട്രോളിലല്ലാതായി കഴിഞ്ഞാൽ, അത് സ്വയം സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കൺട്രോളില്ലാതെ അത് സ്വയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്ഷനിലേ അവസാനിക്കുള്ളൂ എന്നുള്ളൊരു പേടി പൊതുവേ അല്ലേ ആസ് ഹ്യൂമൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ക്രിയേറ്റ്സ് എ ടെൻഡൻസി ടു കൺട്രോൾ എവ്രിത്തിങ്. നമുക്കെല്ലാം നമ്മുടെ കൈപ്പിടിയിലായിരിക്കണം. ഓക്കെ, ഞാൻ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ നടക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു തരത്തിലുള്ളൊരു സമാധാനമാണ് അല്ലേ. വിചാരിക്കുന്ന രീതിയിൽ നടന്നു എന്ന് പറയാൻ നമുക്ക് എന്തോ ഒരു അഭിമാനവും ഒരു സന്തോഷമൊക്കെയാണ്. പക്ഷേ ഗൈഡ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലേ, ഗുരുക്കന്മാർ പറയുന്നത് എന്താണ്? നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അല്ലേ, നിങ്ങളുടെ വിചാരങ്ങൾക്കപ്പുറത്തേക്ക് യൂണിവേഴ്സിൻ്റേതായിട്ടുള്ള ചില മിറക്കിൾസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അലൈൻ ചെയ്യുന്ന സമയത്താണ് ശരിക്കും നമ്മൾ ലൈഫ് ലിവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാത്തടത്തോളം കാലം നമ്മൾ നമ്മുടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ കൺട്രോൾ വിടാതിരിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൺട്രോൾ ഫ്രീക്കായിട്ട് നമ്മൾ മാറാണ്. ഒരു തരത്തിലും നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്നും പോകരുത് എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ കൺട്രോളിലായിരിക്കുന്ന സമയത്ത് ആ കൺട്രോൾ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈവൻ ദോ മാസീവ് ആയിട്ടുള്ള റിസൾട്ട്സോ ഗ്രോത്തോ ഒന്നും ലൈഫിൽ സംഭവിക്കുന്നില്ല എങ്കിലും ഈ കൺട്രോളിലാണ് എന്ന് ഉറപ്പ് വരുത്തൽ മാത്രമായിട്ട് നമ്മുടെ ലക്ഷ്യം മാറുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ പോവാണ്. അപ്പോൾ ഈ കൺട്രോൾ നമ്മുടെ കംഫർട്ടായിട്ട് മാറാണ്. എൻ്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങളാകുക എന്നുള്ളത് എൻ്റെ കംഫർട്ടായിട്ട് മാറാണ്. അതുകൊണ്ട് തന്നെ ഈ കംഫർട്ടിന് അപ്പുറത്തേക്കുള്ള ഒരു ലെവലിലേക്കുള്ള ഒരു എക്സ്പ്ലോറേഷനും എന്നിൽ സംഭവിക്കാതിരിക്കുന്നു. സോ നാച്ചുറലി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളവിടെ സീക്കേഴ്സ് ആയിട്ടുള്ള ഇരിക്കുന്നത്. നമ്മുടെ സീയിങ് ഒരു സീക്കറിൻ്റെ സീയിങ് അല്ല, അതൊരു പ്രിസണറിൻ്റെ അല്ലേ, ഒരു ജയിൽ പുള്ളിയുടെ അല്ലേ, അകപ്പെട്ടിട്ടുള്ള ഒരു പക്ഷിയുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ വി ആർ ഇൻ കൺട്രോൾ, നമ്മളാണ് നിയന്ത്രണത്തിലുള്ളത്. ആ നിയന്ത്രണം ഗിവ്സ് അസ് എ കംഫർട്ട്, ആ കൺട്രോൾ ഗിവ്സ് അസ് എ കംഫർട്ട്. അപ്പോൾ ആ കംഫർട്ടിൽ നമ്മൾ ഒതുങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ ഹൗ ക്യാൻ വി ആക്ട് ബിയോണ്ട് ആ കൺട്രോൾ? നമ്മൾ നമ്മുടെ കൺട്രോളിനെ വിട്ടുപോകുന്ന സമയത്ത്, നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് തോന്നുന്ന സമയത്ത് നാച്ചുറലി ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് ഡിസ്ട്രക്ഷനിലല്ല, നേരെ മറിച്ച് അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ലൈറ്റിലേക്കാണ് അല്ലെങ്കിൽ സോഴ്സിലേക്കാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് വി ആർ റെഡി ടു ലീവ് ആ കൺട്രോൾ. നമ്മൾ നമ്മുടെ കൺട്രോള് സറണ്ടർ ചെയ്യാൻ റെഡി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഫ്രീ ആകുന്നത് ഇറ്റ്സ് ആക്ച്വലി ബൈ സറണ്ടറിങ് ആ കൺട്രോൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ കൺട്രോൾ നമുക്ക് വരുന്നത് നമ്മൾ
യൂണിവേഴ്സൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ കൺട്രോൾ എന്ത് ചെയ്യുമ്പോഴാണ്, സറണ്ടർ ചെയ്യുന്ന സമയത്താണ് എന്നുള്ളതാണ്. സോ ആ ഒരു ബോധ്യത്തിലേക്ക്, ഇത് പറഞ്ഞതുകൊണ്ടായില്ല, ഗൈഡ് ടോക്കിൽ നമ്മളെപ്പോഴും പറയുന്നതാണ്, പറയാൻ എല്ലാവർക്കും പറ്റും അല്ലേ. ഈ അടുത്ത് ഞാനൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഒരു സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1 hour പ്ലേ ആണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ അയാൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ വിമർശിച്ചുകൊണ്ട് ആണ് അയാൾ ആക്ച്വലി ആ ആക്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിലോസഫി ആ കൊമേഡിയൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, അത് ഭയങ്കര ഭംഗിയിൽ ഒരു പൂവ് എങ്ങനെയാണ് വിരിയുന്നത് അല്ലേ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ഭയങ്കര ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട്, ഒരു പ്രത്യേക തരത്തിലൊരു പോയറ്റിക് ലാംഗ്വേജിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ആൾക്കാരിലൊരു ഭയങ്കര അമേസ്ഡ് ആവാണ്. അവരുടെ കണ്ണിലൊക്കെ ഭയങ്കര സ്പാർക്കും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഇത് ആര് പറഞ്ഞതാണെന്ന് അറിയോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതൊരു വലിയ മഹാനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ ഫിലോസഫീസൊക്കെ പറയുന്നവരെ വിമർശിച്ചുകൊണ്ട് ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സെയിങ് അല്ലേ. അത് നമ്മൾ ഗൈഡ് ടോക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 വട്ടമെങ്കിലും ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാവും. കാരണം ഈ ഐഡിയാസും അല്ലെങ്കിൽ ഇൻസൈറ്റ്സും നമുക്ക് ഒരു വായനയിലൂടെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ട ഓർമ്മയിലൂടെയോ റിപ്പീറ്റ് ചെയ്യൽ പോസിബിളാണ് അല്ലേ, റിപ്പീറ്റ് ചെയ്യൽ പോസിബിളാണ്. ബട്ട് ആക്ച്വലി ലിവിങ് ഇറ്റ് അല്ലേ, അത് ജീവിക്കുകയും അനുഭവിക്കുകയും അത് ബാക്കിയുള്ളവർക്ക് ആ അനുഭവം പകരുക എന്ന് പറയുന്നത് അത് വേറെ ലീഗാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും റിയൽ ആയിട്ടുള്ള ഗൈഡ്സ്, ഇപ്പോൾ റൂമി തന്നെ അല്ലെങ്കിൽ പല മാസ്റ്റേഴ്സും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, ഈ ആകാശത്ത് നക്ഷത്രങ്ങളുള്ളതിനേക്കാളും കൂടുതൽ ഫേക്ക് ആയിട്ടുള്ള ഗൈഡ്സ് നമ്മുടെ ചുറ്റിലുമുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ഗുരുക്കന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത്. അപ്പം ആ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞ കാര്യം വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് വെരി വാലിഡ്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് സെയിങ്, അതാണ് പറഞ്ഞു വന്നത്, നമ്മൾ പറയുന്നതിലല്ല, അത് ആക്ച്വലി ലിവിങ് ഇറ്റ്, എക്സ്പീരിയൻസിങ് ഇറ്റ് ആൻഡ് ട്രാൻസ്ഫറിങ് ഇറ്റ്. ഒരു തരത്തിൽ ആ എക്സ്പീരിയൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിലേക്ക് നമ്മൾ ഇവോൾവ് ചെയ്യപ്പെടുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കൺട്രോളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് ഈ പറഞ്ഞ ഈ നാച്ചുറൽ ഫ്ലോ ലൈറ്റിലേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകുന്ന സമയത്ത് വി ആർ റെഡി ടു ലീവ് ആ കൺട്രോൾ. നമ്മൾ ആ കൺട്രോൾ സറണ്ടർ ചെയ്യാൻ റെഡി ആവാണ്. ആ കൺട്രോൾ ലീവ് ചെയ്യുന്നതോടുകൂടി വി ആർ മോർ ഫ്രീ, നമ്മൾ കൂടുതൽ ഫ്രീ ആവാണ്. ആ ഫ്രീ ആവുന്ന പോയിന്റ് മുതലാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ മൊമെൻറ്റും ഒരു ബീഡ്സ് ആവുന്നത് പോലെ ഓരോ മൊമെൻറ്റും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇനി അടുത്തത് സംഭവിക്കാനുള്ളത്. ഓക്കെ, എന്ത് മാജിക്കാണ് ഇനി അടുത്തതായിട്ട് ഉണ്ടാവാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവേ കോമൺ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ഗൈഡ് ടോക്ക് അല്ലേ. കാരണം അടുത്ത ഗൈഡ് ടോക്കിൽ ഗൈഡ് എന്തായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്, ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര നേരത്തെ ഒരു സൺഡേ മോർണിംഗ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഇന്ന് എന്തായിരിക്കും ഗൈഡ് പറയാം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഗൈഡിനോട് ചോദിച്ചാലും ഗൈഡ് ഇതേ ഉത്തരം തന്നെയാണ് പറയുക, ഞാൻ അടുത്ത ഗൈഡ് ടോക്കിൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് ഗൈഡും അത്ര തന്നെ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെക്കാൾ ക്യൂരിയസ് ആകുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്കും അതേ ഒരു ഫീലിംഗ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാജിക്ക്, അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു വട്ടം ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, ബിലീവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എങ്ങനെയാണ് ഇത്രയും ആഴ്ചകൾ, ഇപ്പോൾ 255ാമത് ആഴ്ചയും നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് മാജിക് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ദർ. ഓക്കെ, അതൊരിക്കലും സെയിങ്ങിലൂടെയല്ല, അതൊരിക്കലും പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിൻ്റെ പുറത്ത് സംഭവിക്കുന്നതല്ല. നേരെ മറിച്ച് ആ സീക്കറിൻ്റെ സീയിങ്ങിലായിട്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാ മൊമെൻറ്റും നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് ഇവോൾവ് ചെയ്യിപ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗൈഡഡ് കോഡ് പാർട്ടിസിപ്പൻസിനൊരു റെട്രോആക്റ്റീവ് സെഷനൊക്കെ വന്ന സമയത്ത് നമ്മളൊരു ടോപ്പിക്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് എത്തിയിട്ടുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും ഗൈഡഡ് ടോക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ സംസാരിച്ച് അവസാനം എത്താൻ പോകുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മിണ്ടാതിരുന്ന് കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പകരാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക്, ഓക്കെ, പകരാൻ പറ്റുന്ന, സൈലൻസിലിരിക്കുന്ന സമയത്തും നമ്മുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള
ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള, നമ്മളെ അവേക്കൺ ചെയ്യുന്ന, നമ്മളെ എൻലൈറ്റൻ ചെയ്യിക്കുന്ന വിസ്ഡംസ് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിണ്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ്ലി മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര പോയറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ. ഇപ്പം റൂമി ആൻഡ് ഷംസ് തബ്രീസിയുടെ ഒക്കെ ആ ഒരു ഇൻസ്റ്റൻസിൽ പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഇവർ പരസ്പരം കണ്ണും നോക്കിയിരുന്നിട്ട് ഒരുപാട് സമയം അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ഡിഫറെൻറ്റ് ലീഗാണ്. ബട്ട് നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരുപാട് ഇത്തരത്തിൽ നമ്മളെ തന്നെ ചോദ്യം ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ തന്നെ ഒന്ന് മിറർ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ഇൻസൈറ്റ്സ് ആ ഇൻസ്റ്റൻസിലൊക്കെ ഉണ്ട്. അപ്പം കേവലം നോട്ടം മാത്രം, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കിയിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർ ഇസ് നോ സ്പീച്ച്. അവിടെ എന്ത് ചെയ്യുന്നില്ല, അവർ സംസാരിക്കുന്നില്ല. ബട്ട് ജസ്റ്റ് ബൈ ദാറ്റ് സൈറ്റ്, ആ ഒരു നോട്ടത്തിലൂടെ മാത്രം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് തന്നെ നമുക്കിപ്പം സ്വാമി വിവേകാനന്ദയും അതുപോലെ തന്നെ പരമഹംസയും തമ്മിലുള്ള ഒരു ഇൻസ്റ്റൻസിലും കാണാൻ പറ്റും. ഓക്കെ, ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ മീറ്റിങ്ങിലൂടെ തന്നെ, ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രോസസ്സിലൂടെ തന്നെ എന്താണോ ആ ഗുരു അവിടെ ആ ഡിസൈപ്പിളിന് പകരാൻ ആഗ്രഹിച്ചത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മൊമെൻറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു മാജിക്. ഓക്കെ, ഒരു മാജിക്. അപ്പം ഇത് നമ്മൾ പണ്ട് തൊട്ടേ, ഈവൻ ഇപ്പോൾ നമ്മൾ ഗൈഡിനെ കുറിച്ചൊക്കെ, ഗൈഡായിട്ട് നമ്മുടെ മുന്നിൽ അപ്പിയർ ചെയ്യുന്ന, അപ്പോൾ മെൻറ്റേഴ്സിൻ്റെ ഒക്കെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയൊക്കെ ഇത്തരത്തിൽ ഉള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ഫെയറി ടെയിൽസ്, അന്നതൊക്കെ ഫെയറി ടെയിൽസ് ആണ് അല്ലേ, അത് കഥകളാണ്, കെട്ടുകഥകൾ പോലെയുള്ള കഥകളാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു മൊമെൻറ്റിൽ നമ്മുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അത്തരത്തിൽ പറയാതെ പകരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. ബട്ട് നമുക്ക് കുറച്ചെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഗൈഡഡ് ടോക്കിൻ്റെ ഒരു കാറ്റടിച്ചവരാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി സമയത്തും നമ്മൾ സംസാരിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ആ ഇടവേളകളിൽ അല്ലേ, സംസാരിക്കാത്ത സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻഷ്യൽ വിസ്ഡം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇവോക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ ഗൈഡഡ് ടോക്കിൽ എന്ത് സംഭവിക്കുന്നു, ഗൈഡഡ് ടോക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യില്ല, നമ്മളിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പോവാണ്, അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈഡഡ് ടോക്കിൽ സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു എവല്യൂഷന്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരു ഒരു ലോജിക്കൽ റീസണിങ് വേണം അല്ലേ, യുക്തിപരമായിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ബോധതലത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ചില ചർച്ചകൾ ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ രാവിലെ ഒത്തുകൂടിയിട്ട് ഒരു മെഡിറ്റേഷനും ചില ടാസ്കുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തു പോകുന്നു. ഇത് കഴിഞ്ഞാലും മെജോറിറ്റി ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, ഗൈഡ് എന്താ പറഞ്ഞതെന്നൊന്നും ഓർമ്മയില്ല, ബട്ട് സംതിങ് ഹാസ് ഹാപ്പൻഡ് എന്നുള്ള രീതിയിൽ പറയാണ്ട്. ആക്ച്വലി ഗൈഡ് ടോക്ക് കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ഗൈഡ് ടോക്കിന് മുന്നെയോ അല്ല, ഈ പറയുന്ന ഈ പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണ് ഈ സീക്കറിൻ്റെ കണ്ണാകാത്തത് കൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഈ ഡിസ്കഷൻസ് നമ്മുടെ ഉള്ളിൽ ശരിക്കും എന്താ സംഭവിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാണാൻ പറ്റുന്ന പാകത്തിലേക്ക് നമ്മളെ എലവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ മൊമെൻറ്റും എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ആക്ച്വലി ഹാപ്പനിങ്, അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കോൺഷ്യസ്ലി അതിനെക്കുറിച്ച് അവെയർ ആയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓക്കെ, ഇവിടെ എപ്പോഴും നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് എക്സ്ട്രാ ആയിട്ട് നമ്മളിവിടെ ഒന്നും പ്ലഗ് ഇൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഗൈഡ് ടോക്കിൽ വരുന്ന സമയത്ത് ഇന്ന് ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ വേണ്ടി പോവാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ലൈഫ് അടുത്ത ലെവലിലേക്ക് മാറും അല്ലേ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് ഇപ്പോൾ ഫോർവേഡ് ചെയ്ത് തരാം, ആ മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ എത്തുന്നതോട് കൂടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം അത് വായിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി മാറും. ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്ലഗിനോ അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ഒരു ഇൻ്റഗ്രേഷനോ ഇവിടെ സംഭവിക്കുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് തന്നെ ഒരു എത്തിനോട്ടം അല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ ഈ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും നമ്മളതിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവിടെ പുതിയ എക്സ്പ്ലോറേഷൻസ് ആക്ച്വലി സംഭവിക്കുകയാണ്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ കുറേ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയായിരുന്നല്ലോ. ഓക്കെ, എപ്പോഴും സംഭവിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ബട്ട് ഞാൻ അതിനെ നോക്കുന്ന രീതി മാറിയപ്പോൾ, ഞാനതിനെ പെർസീവ് ചെയ്യുന്ന രീതി മാറിയപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഒരു ഡിവൈൻ പേഴ്സ്പെക്റ്റീവ് ആയപ്പോൾ, ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളത്.
നമ്മുടെ ഇതുവരെ നമ്മുടെ പാരൻസും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഷെയർഡ് പേഴ്സ്പെക്റ്റീവാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നമ്മുടേതാണെന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ വീക്ഷണം നമ്മുടേതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മുടേത് മാത്രമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഈ വീക്ഷണം ത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ ആ പേഴ്സ്പെക്റ്റീവിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റാണ്. അതിൽ നമ്മുടെ പാരൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരുപാട് പേര് ആ പേഴ്സ്പെക്റ്റീവ് ഹബിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഹബിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത്, ആ ഒരു കൂടിനകത്ത് നിൽക്കുന്ന സമയത്താണ് ഗൈഡഡ് ടോക്കിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഡിസ്കഷനിലൂടെ നമ്മളൊരു ഡിവൈൻ പേഴ്സ്പെക്റ്റീവിൽ, ഒരു ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മളൊന്ന് കൊണ്ടുപോകുന്നത്. ഒരു മാക്രോ ലെവലിലേക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ നോക്കി കാണുന്നത്. ആ സമയത്ത് വി ക്യാൻ ആക്ച്വലി സീ ഈ റിവർ ഫ്ലോ ചെയ്ത് അൾട്ടിമേറ്റ്ലി കടലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ റിവറിൽ നിന്നിട്ട് നമ്മളിങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നില്ല ഇത് കടലിൽ തന്നെ എത്താൻ ചാൻസ് ഉണ്ടോ. അതുകൊണ്ട് തന്നെ ഈ തോണി ഒഴിവാക്കാൻ നമ്മൾ റെഡിയല്ല, ഈ വഞ്ചി ഒഴിവാക്കാൻ നമ്മൾ റെഡിയല്ല, ഈ ബോട്ട് ഒഴിവാക്കാൻ വി ആർ നോട്ട് റെഡി. നമ്മൾ ഈ ബോട്ടിൻ്റെ അകത്തായിരിക്കുന്ന സമയത്ത് വി ഫീൽ സേഫ്. അപ്പോൾ പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മുങ്ങി മരിക്കാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ബോട്ട് വിട്ടിട്ടൊരു കളി വേണ്ട, നമുക്ക് പറ്റുന്നിടത്തോളം ഈ ബോട്ടിൽ തന്നെ ഇങ്ങനെ തുഴഞ്ഞു പോകാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ റിയാലിറ്റി ഏതൊരു പുഴയും അവസാനം കടലിൽ എത്തിച്ചേരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എപ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ? ഇതിനൊരു മാക്രോ കോസ്മിക് ലെവൽ, അല്ലേ, ഒരു സൂം ഔട്ട് വ്യൂവിൽ ഒരു ഡിവൈൻ പേഴ്സ്പെക്റ്റീവിലേക്ക് നമ്മുടെ പെർസെപ്ഷൻ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എല്ലാത്തിടത്തോളം കാലം ഞാൻ എൻ്റെ ഈ വഞ്ചിയും എൻ്റെ ഈ ബോട്ടും തൊട്ട് മുന്നിൽ എന്താണ് എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ വി നീഡ് ടു ബി ഇൻ ദാറ്റ് വഞ്ചി. നമ്മൾ ആ ബോട്ടിൽ തന്നെ ആയിരിക്കണം. എന്നിട്ട് അടുത്ത ജംഗ്ഷൻ എത്തുന്ന സമയത്ത് ആ റിവറിൽ ഇനി എന്തൊക്കെ മാജിക്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ആ ബോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് നീഡഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്കിലേ നമ്മൾ ക്യൂരിയസ് ആവുന്നുള്ളൂ. അതേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ബോട്ടിൽ നിന്നും വിട്ടുമാറിയിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ മാക്രോ ലെവലിലേക്ക് പോയിട്ട് ഒരു മലൻ്റെ മുകളിലേക്ക് പോയി നിന്ന് നോക്കിയിട്ട് ആ റിവർ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഗ്രേറ്റർ വാട്ടർ സോഴ്സിലേക്ക് എത്തുന്നത് നമുക്ക് കാണാനും വേണ്ടി പറ്റണം. ഇത് രണ്ടും നമ്മളിൽ സംഭവിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഒരേ സമയം പ്ലെയിനിലും യാത്ര ചെയ്യണം, അതേസമയം ബോട്ടിലും യാത്ര ചെയ്യുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിഫറെൻറ്റ് രീതിയിൽ മാനേജ് ചെയ്യാനും ഡിഫറെൻറ്റ് രീതിയിൽ ഡെലിവറി ചെയ്യാനും ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മൾ ഈ ഇത്തരത്തിൽ ഈ പെർസെപ്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന റിലീസ് സംഭവിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഫ്രീ ആക്കുകയാണ്. ഇതെന്തായാലും അവിടെ എത്തിച്ചേരുന്നുണ്ടല്ലോ, സോ വൈ സ്ട്രെസ്? നമ്മൾ എന്തിനാണ് പിന്നെ എക്സ്ട്രാ പ്രഷർ കൊടുക്കുന്നത്? അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്കൊരിക്കലും നഷ്ടമാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഡിസ്ട്രക്ഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്, ഈ ബോട്ട് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നാച്ചുറലി ആ പോകുന്ന ഓരോ മൊമെൻറ്റും ഹീസ് ഇൻ ഫിയർ, അല്ലേ? അയാൾ പേടിയിലാണ്, സംശയത്തിലാണ്, ആശങ്കയിലാണ്, അല്ലേ? ഇതെവിടെ എത്തിച്ചേരും എന്നുള്ള ഒരു ഉറപ്പില്ലാതെയാണ് അയാൾ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ തുഴയിലും അയാൾ ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി മൈറ്റ് നെവർ റീച്ച് ദ സീ. അയാൾ ഒരിക്കലും കടലിലെത്തണം എന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഈ ഓരോ തുഴയിലും അയാൾ പേടിയും സംശയവും ആശങ്കയും വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ്, നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്കത് അവിടെ പൂർണ്ണമാക്കാൻ പറ്റില്ല. അപ്പോൾ ഹി വിൽ നെവർ നോ, ഹി ഓർ ഷീ വിൽ നെവർ നോ ദാറ്റ് ഇതിൻ്റെ അപ്പുറത്തൊരു കടലുണ്ടായിരുന്നു. ഈ റിവറിൻ്റെ അപ്പുറത്ത് ഒരു സീ ഉണ്ടായിരുന്നു അയാൾ അറിയ പോലും ഇല്ല. കാരണം ഈ പേടിയും സംശയങ്ങളും ഇയാളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ബട്ട് നമ്മൾ ഈ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇടയ്ക്കൊന്ന് മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലെയിൻ യാത്ര അല്ലെങ്കിൽ ഒരു മലൻ്റെ മുകളിൽ ചെന്ന് നിന്ന് നോക്കിയിട്ട് യെസ് ഇത് കറക്റ്റ് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, ഫിയർ ഉണ്ടാവേണ്ട ആവശ്യമില്ല, എനിവേ വി വിൽ റീച്ച് ദെയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എന്തായാലും എത്തുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഈ വഞ്ചി തുഴയേണ്ട ആവശ്യമില്ല, പോകുന്നിടത്തോളം പോകട്ടെ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്നില്ല. അവിടെയാണ് നമ്മൾ ബാലൻസിനെ കുറിച്ച് പറയാറുള്ളത്.
ഓക്കെ, നമ്മൾ സെറ്റ് ഫ്രീ ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യല്ല, കംപ്ലീറ്റ്ലി നമ്മളെ കോമൺ സെൻസിൽ നിന്നും വിപരീതമായിട്ട് ഒന്നും ചെയ്യാതിരിക്കല്ല അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൈറോടോക്കിൽ ഇത്തരം എന്താണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള, മെറ്റിക്കുലസ് ആയിട്ടുള്ള, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്ത് പോകാറുള്ളത്. നമ്മൾ ഫ്രീ ആകാൻ പറയുന്ന സമയത്തും അത് ഏത് ലെവൽ വരെയാണ് നമ്മൾ ഫ്രീ ആകുന്നത്, മാക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്തും നമ്മൾ എപ്പോഴും മുകളിൽ ഇരിക്കുന്നവരായി കഴിഞ്ഞാൽ ദർ ഇസ് നോ എക്സ്പീരിയൻസ് അല്ലേ, പിന്നെ അവിടെ എക്സ്പീരിയൻസ് ഇല്ല, നമ്മളിതിങ്ങനെ ഒരു ഒബ്സർവർ മാത്രമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാജിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്ന മാജിക്കൊന്നും പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ മാക്രോ ലെവലിൽ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ സംഭവിക്കുക, ഇതിപ്പോൾ എന്തായാലും കടലിൽ തന്നെ എത്തുമല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു ബോറിങ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ നമ്മൾ നമ്മുടെ സെൽഫിനെ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ഫ്ലോനെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാജിക്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പല പല റോളുകൾ മാനേജ് ചെയ്യുന്ന രീതികളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറുന്നത്. ആസ് എ ഡോട്ടർ ഓർ ആസ് എ സൺ അല്ലെങ്കിൽ ആസ് എ പ്രൊഫഷണൽ അല്ലേ, ഇതൊക്കെയാണല്ലോ നമ്മൾ പല രീതിയിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോളുകളൊക്കെ വളരെ സീംലെസ് ആയിട്ട്, വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് അവിടെ നമ്മൾ എത്താണ്. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് വഴിമുട്ടി എന്ന് തോന്നാണ്, ഓക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വഞ്ചി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ടൊരു ഹിൻഡ്രൻസ് വന്നു, ഓക്കെ ഒരു വലിയ പാറ കെട്ട് അതിൻ്റെ ഇടയിൽ വന്നു, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ചെറിയൊരു പാത്വേ മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും വെറിയിലാവാണ്, അയ്യോ ഞാൻ ഇനി എത്തൂലേ. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈൻ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, അത് ഒരു സോളിൻ്റെ പേടിയാണ് അല്ലേ, ഞാൻ സോഴ്സിലേക്ക് എത്തൂലേ എന്നുള്ള പേടി. നമ്മൾ വഞ്ചിയിലിരിക്കുന്ന ഒരു യാത്രക്കാരനും അതേ പേടി തന്നെയാണ്, ഞാൻ ഡെസ്റ്റിനേഷനിൽ എത്തൂലേ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. ഇത് ആസ് അബൌവ് സോ ബിലോ എന്ന് പറയുന്ന പോലെ ഓരോ മൊമെൻറ്റിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മൊമെൻറ്റും അടുത്ത മൊമെൻറ്റിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആക്ച്വലി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ സോഴ്സിലേക്ക് എത്താനുള്ള യാത്രയിൽ തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈനറിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറക്കെട്ട് മുന്നിൽ വരുന്ന സമയത്ത് നമ്മൾ ഫിയറിലാവാണ്, വെറിയിലാവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നേരെ ആ മൗണ്ടൻ്റെ മുകളിലേക്ക് പോയിട്ട് ഈ പാറയ്ക്കപ്പുറത്ത് വീണ്ടും വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്, ബട്ട് വി മൈ നോട്ട് സീ ഇറ്റ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഒരു ഗൈഡിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ആൽക്കമിസ്റ്റിൽ പറയുന്നത് പോലെ ഒരു മെൽഷിഡേക്കിൻ്റെ ഒക്കെ പ്രസൻസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ആ മെൽഷിഡേക്ക് അവിടെ വന്ന് എന്ത് ചെയ്യാൻ, ചിലപ്പോൾ പല രീതിയിൽ ആളുകളായിട്ടൊക്കെ വന്ന് ആ പാറക്കെട്ട് നമ്മൾ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതിലൂടെ വീണ്ടും ആ ഒഴുക്ക് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട് മാറാണ്, സീംലെസ് ആയിട്ട് മാറാണ്, നമ്മളിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നാച്ചുറലി എപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. നേച്ചർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, പ്രകൃതി ഒരിക്കലും ഫങ്ഷൻ ചെയ്യുന്നത് ഇതുവരെ നിന്നിട്ടില്ല. നമ്മൾ എവിടെയൊക്കെ സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല രീതിയിൽ ഈ പാറക്കെട്ട് കണ്ടിട്ട് ഈ തുഴയിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഫ്ലോ ഒരിക്കലും നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഫ്ലോ നടക്കുന്നുണ്ട് എന്ന് കാണാൻ നമുക്ക് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ബട്ട് വെൻ വി ആർ ഇൻ എ പ്രസൻസ് ഓഫ് എ ഗൈഡ് ഓർ മെൻറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലും പല ഗുരു സാന്നിധ്യത്തിലായിരിക്കുന്ന സമയത്ത്, ഒരു ഗൈഡൻസിലാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വീണ്ടും ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വി ആർ റെഡി ടു മൂവ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ ഇത് ബോധ്യത്തിലാവുക, ഇത് എപ്പോഴും ഈ റിമെമ്പറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്തായാലും ഈ ഒഴുക്ക് സംഭവിക്കുന്നുണ്ട്, ഈ ഒഴുകിയിട്ട് എങ്ങോട്ടേ എത്താനുള്ളൂ, കടലിലേക്ക് തന്നെ എത്താനുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിച്ചിട്ട് ആ ബോധ്യത്തിൽ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. ആ ഫെയ്ത്തിനോട് ചേർന്നിട്ടാണല്ലോ എന്ത് വരുന്നത്, ഹോപ്പ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ വഞ്ചിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മുന്നോട്ട് നയിക്കുന്നത് ഹോപ്പാണ് അല്ലേ. അയാളെ മുന്നോട്ട് നയിക്കുന്നത് ഹോപ്പാണ്. ദർ മൈറ്റ് ബി എ സീ അല്ലേ, അപ്പുറത്തൊരു കടലുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നൊരു ഹോപ്പാണ്. ഓക്കെ, ആ ഹോപ്പ് എവിടെ നിന്ന് വരുന്നതാണ്? ഇയാൾ ഈ വഞ്ചിയിൽ നിൽക്കുന്ന ഇടയിൽ തന്നെ ഒന്ന് ആ മൗണ്ടൻ പെർസ്പെക്റ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ മൗണ്ടൻ പെർസ്പെക്റ്റീവിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അവിടെ സീ ഉണ്ട്. അത് ഫെയ്ത്താണ് അല്ലേ, അതൊരു റിയാലിറ്റിയാണ്, അത് ബോധ്യപ്പെടലാണ് അല്ലേ. അത് അയാൾ ബിലീവ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക്
ഇറ്റ്സ് ആൻ ആക്ച്വൽ എക്സ്പീരിയൻസ് ഫോർ ഹിം. അത് അയാൾ കണ്ടിട്ടുണ്ട്, അത് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ടുള്ളൊരു റിയലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫെയ്ത്തും ഹോപ്പും ബാലൻസ് ചെയ്തിട്ട് മൈക്രോ ആൻഡ് മാക്രോ നമ്മൾ എന്ത് ചെയ്താണ്, ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിസ്റ്ററി അതുപോലെ തന്നെ ഈ സെർട്ടണിറ്റി, ഓക്കെ, ഓരോ മൊമെൻറ്റിലായി മൈക്രോ ലെവലിലാവുന്ന സമയത്ത് നമ്മൾ മിസ്റ്ററി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്രോ ലെവലിലാവുന്ന സമയത്ത് സെർട്ടൺ ആണ്, ഉറപ്പ്, അവിടെ ഒരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കൺവിക്ഷൻ ഉണ്ട്, എന്തായാലും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും കൂടുതൽ ഉറപ്പിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വഞ്ചിയിലേക്ക് തന്നെ വരും, എന്നിട്ട് ഒന്നും കൂടെ മിസ്റ്റീരിയസ് ആവും, ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മിസ്റ്ററി എൻഡ് ചെയ്യുന്ന പോയിന്റിലാണ് ഫിയർ വരുന്നത്. ആ ക്യൂരിയോസിറ്റി എൻഡ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഫിയർഫുൾ ആവുന്നത്. ക്യൂരിയോസിറ്റി ഉള്ളിടത്തോളം കാലം നമ്മളെ ഫിയർ ബാധിക്കുന്നില്ല. അപ്പോൾ ഒരേ സമയം നമുക്ക് ഒരിക്കലും ഗൈഡ് എപ്പോഴും പറയുന്ന പോലെ ഫിയറും കോൺഫിഡൻസും ഒരേ സമയം നമ്മുടെ മൈൻഡിൽ നിലനിൽക്കില്ല. ഒന്നെങ്കിൽ ഫിയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ ക്യൂരിയസ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഫിയർ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ വഞ്ചിയിലിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാറ വന്നിട്ട് നമ്മളെ ഫിയർഫുൾ ആക്കുന്നത്. അപ്പോൾ നേരെ വിടുന്നു, നമ്മൾ മുകളിലേക്ക് വിടുന്നു, മാക്രോ ലെവലിലേക്ക് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ നോക്കുന്ന സമയത്ത് ഒരു ഉറപ്പ്, അല്ലേ, ഇതെന്തായാലും എത്തുന്നുണ്ടല്ലോ, ആ ഉറപ്പ് വീണ്ടും നമ്മൾ കരസ്ഥമാക്കിയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നില്ല. ഓക്കെ, ആ ഉറപ്പായിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്നില്ല, വീണ്ടും തിരിച്ചു വന്നിട്ട് ക്യൂരിയസ് ആ ഒരു ജേണി വീണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ആ ഉറപ്പിൽ മാത്രം ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്താലും പറയും, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. അല്ലെങ്കിൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പറയും, എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി എന്താ ഇതിൽ കൂടുതൽ പറയാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ കൂടുതൽ പറയുന്നത്. നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിട്ടും അല്ലാതെയും ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംഭവമാണല്ലോ, ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുള്ളത് ലൈഫിനെ കുറിച്ച്. പക്ഷേ ഗൈഡ് ടോക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ. ഈ 255 കഴിഞ്ഞ്, അല്ലേ, നമ്മളെല്ലാവരും ഇതേ സീക്കറിൻ്റെ സീയിങ്ങിലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാലാകാലം നിലനിൽക്കുന്നതായിട്ട് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ അവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാക്രോ ആൻഡ് മൈക്രോ ബാലൻസ് അവിടെ കൃത്യമായിട്ട് സംഭവിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ക്യൂരിയസ് ആവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒന്ന് മാറി നിന്നിട്ട് എവിടേക്കാണ് ഇവോൾവ്മെൻറ്റ് സംഭവിക്കുന്നത്, ഇത് അവിടെ എത്തിച്ചേരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വന്നിട്ട് ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ജേണി, അല്ലേ, ആ ഒരു അന്വേഷകൻ്റെ ജേണി വീണ്ടും നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഫ്ലോ നമ്മളെങ്ങനെ അറ്റൈൻ ചെയ്യും, ഈ ഫ്ലോ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളൊരു പ്രോസസ്സാണ്. അതാണല്ലോ നമുക്ക് അൾട്ടിമേറ്റായിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഈ ബോധ്യത്തിലായിട്ട് നമുക്കെങ്ങനെ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ സംസാരങ്ങളിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ കടന്നു പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതോ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അറിയാതൊരു ചിരി വരുന്നതും നമ്മുടെ കണ്ണിൽ അറിയാതൊരു സ്പാർക്ക് വരുന്നതും നമുക്ക് എന്തൊക്കെയോ ഒരു നമ്മുടെ ദാഹം അണഞ്ഞതുപോലെ, അല്ലെ, നമ്മുടെ തേഴ്സ്റ്റ് എൻഡ് ചെയ്തതുപോലൊരു ഫീലിംഗ് അവിടെ വരുന്നു. കാരണം ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ബട്ട് വി വെയർ നെവർ ട്രൈങ് ടു പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ്. നമ്മളത് വാക്കുകളിലാക്കാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വാക്കുകളിലായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമാണ്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം ഒരാൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ അത് ആ പറച്ചിൽ കണ്ടൻസായി കിട്ടുമ്പോൾ അതൊരു ലെവലിലേക്ക് നമുക്കിങ്ങനെ ചുരുങ്ങി കിട്ടുമ്പോൾ, അത് വാക്കിലായി കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സമാധാനം, ഒരു സന്തോഷം അവിടെ കിട്ടുകയാണ്. ഓക്കെ, വാട്ട് വി ആർ ആക്ച്വലി ഫീലിംഗ് എന്നുള്ളത് പുതിയ എന്തോ ഐഡിയ കിട്ടിയതിൻ്റെ സന്തോഷമല്ല നമ്മളവിടെ ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ പ്രോസസ്സിനെ ഒരാൾ എനിക്ക് എന്താണ് ഒരു കഥ പോലെ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് ഒരു കോട്ടായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഏതൊരു കോട്ട് വായിക്കുന്ന സമയത്തും ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐൻസ്റ്റൈൻ എങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്കൊരു പുതിയ ഐഡിയ കിട്ടി, ഞാനത് ഡയറിയിൽ നോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഓക്കെ, ഐൻസ്റ്റൈൻ പറയുന്ന കാര്യം എൻ്റെ ഉള്ളിലും അയാളുടെ ഉള്ളിലും, അല്ലേ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊക്കെ സംഭവിക്കുന്ന ഒരേ കാര്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ കാണുന്ന സമയത്ത് ഒരു മിററിലേക്ക് നോക്കുന്ന സമയത്താണ്, മിററിലേക്ക് നോക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കോട്ടും നമ്മളൊരു സീക്കറിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് ഓരോ കോട്ടും ഒരു കണ്ണാടിയായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓരോ കോട്ടും ഒരു കണ്ണാടിയായിട്ടാണ്, ഒരു മിററായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ എക്സ്പീരിയൻസിനെ വേർഡായിട്ട് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് ഒരു പോയമായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മ്യൂസിക് ആസ്വദിക്കുന്ന സമയത്തും ചില സോങ്സിലെ ലിറിക്സൊക്കെ ആസ്വദിക്കുന്ന സമയത്തും ആക്ച്വലി സംഭവിക്കുന്നത് ആ പോയറ്റ്, അല്ലേ, ആ കവി നമ്മളെല്ലാവരും ഒരുപോലെ ഫീൽ ചെയ്യുന്ന കാര്യത്തെ
മനോഹരമായിട്ടുള്ള വരികളിൽ ഇങ്ങനെ തുന്നിക്കോർത്ത് വെച്ചപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗൈഡ് ടോക്കിലും അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്ന് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഗൈഡ് വളരെ മനോഹരമായിട്ട് അങ്ങനെ മുത്തുകൾ കോർത്ത് വെക്കുന്ന പോലെ പല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ വാക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഗൈഡ് ടോക്കിൽ വീണ്ടും സംഭവിക്കുന്നതെന്നൊന്ന് വർണ്ണിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ തന്നെ ഒരു കഥയിലൂടെ അല്ലേ, ഒരു എന്താണ്, ഒരു സെൻറ്റൻസിലൂടെ, ഒരു കോട്ടിലൂടെ, ഒരു ഡിസ്ക്രിപ്ഷനിലൂടെ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ്, നമ്മളെപ്പോഴും പറയുന്നൊരു സംഭവമാണ് പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോമൺ പേഴ്സ്പെക്റ്റീവിൽ നിന്നും മാറിയിട്ട് ഈ ഡിവൈൻ പേഴ്സ്പെക്റ്റീവിലേക്ക് നമ്മൾ എലവേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈസിനെസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ചർച്ചയിലൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്മൂത്ത്നെസ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് നമ്മൾ പറയുന്ന സമയത്തും അത് ഉള്ളിൽ എന്താണ് ഉറയ്ക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളായിട്ട് മാറുന്ന സമയത്തും എന്തൊക്കെ ഷിഫ്റ്റ് ശരിക്കും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റിയാണ് അവിടെ നമ്മൾ അവെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ നമ്മളിങ്ങനെ അവെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ എപ്പോഴും കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം തന്നെയാണ് എന്താണ് റിയാലിറ്റി എന്നിടക്ക് നമ്മൾ എന്ത് ചെയ്തു പോകും, ബിലീവ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്നും ബ്രേക്കായി പോയി കഴിഞ്ഞാൽ എന്തായാലും തകർന്നു പോകും എന്നുള്ളത് നമ്മൾ ഫിയർ ചെയ്ത് പോകുന്ന സമയത്ത്, ആ ഫിയറിലായിട്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് പിന്നെ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പിൻ്റെ ആവശ്യമായിട്ട് വരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡ് ടോക്കൊക്കെ വീണ്ടും ഒന്ന് റെഫർ ചെയ്തിട്ട് നമുക്കൊന്ന് എനർജൈസ് ചെയ്യേണ്ടി വരാം. ഓക്കെ, നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലോ എന്തായാലും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ അടുത്ത് തന്നെ മറ്റൊരു ഡിസ്കഷൻ്റെ ഇടയിൽ വന്നിട്ടുള്ളൊരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഈ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ അപകടം ഇങ്ങനെ സംഭവിക്കാൻ തൊട്ടടുത്തെത്തി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൊക്കെ സംഭവിക്കാനുള്ള തൊട്ടടുത്തെത്തിയിട്ട് അതിൽ നമ്മൾ രക്ഷപ്പെടുമ്പോൾ, ഓക്കെ, അപ്പോൾ നമ്മൾ വീഴാൻ പോയി, അപകടം എന്ന് പറയുന്നില്ല, ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മുഖം മാറി, വീഴാൻ പോയി എന്ന് വിചാരിക്കും. നിങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് സ്ലിപ്പായിട്ട് വീഴാൻ പോയി. ഓക്കെ, വീഴാൻ പോകുന്ന സമയത്ത് വീണില്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ എന്തായി, രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ സേഫായി, ഇപ്പം തന്നെ വീണേനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തും കൂടെ പറയും, പടച്ചവൻ്റെ കാവലാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിച്ചതാണ് എന്നുള്ള രീതി നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട് അല്ലേ. അതായത് എന്തോ ഒരു ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ എന്തോ ഒരു അപകടം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീഴ്ച എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷേ അത് സംഭവിച്ചില്ല. ആ സംഭവിക്കാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു മൊമെൻറ്റിൽ തന്നെ അറിയാതെ ഗോഡിന് താങ്ക്സ് പറയാണ്. അപ്പോൾ ഈ ഡിസ്കഷനിലുള്ള ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതുവരെ നടന്നതും ഓക്കെ ഇതേ ഗോഡിൻ്റെ തന്നെ സഹായത്തിലൂടെ ആയിരുന്നു. ഓക്കെ, ഇതേ ഗോഡിൻ്റെ തന്നെ സഹായത്തിലൂടെ, ഇതേ ക്രിയേറ്ററിൻ്റെ തന്നെ സഹായത്തിലാണ് ആ പോയിന്റ് വരെ നമ്മൾ നടന്നത്. പക്ഷേ ആ പോയിന്റ് എത്തി നമ്മൾ ഇങ്ങനെ വീഴാൻ പോയി, പക്ഷെ വീണില്ല എന്നുള്ള കാരണത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് ക്രിയേറ്ററിനെ ഓർത്തിട്ട് താങ്ക്സ് പറയാണ്. സോ ഹൂ ആക്ച്വലി ഹെൽപ്ഡ് അസ് ടു വാക്ക് ടിൽ ദെയർ, അതുവരെ നമ്മളെ നടത്തിച്ചത് ആരാണ്? ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഈ സോഴ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരുന്ന നമ്മൾ ആ ഒരു പോയിന്റ് എത്തി, ആ അപകടം പറ്റിയില്ലല്ലോ എന്നുള്ള കാരണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്കിൽ അല്ലേ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ലെവൽ എവിടെയാണ്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സ്മരണയിലായിട്ടുണ്ടോ, എപ്പോഴും പറയുന്ന പോലെ റിമെമ്പറൻസിലായിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ റിയൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ഈ അപകടം മാറ്റിത്തരുന്ന ആൾ മാത്രമല്ലല്ലോ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ പല അത്യാസന്ന ഘട്ടങ്ങളിലും രക്ഷപ്പെടുത്തുന്ന ആൾ മാത്രമല്ല. ആ നിലയിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുന്നേ വളരെ നോർമലായിട്ടൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സംഭവിക്കുന്നില്ല, വളരെ കാഷ്വലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ക്രിയേറ്റർ തന്നെയാണ്. ബട്ട് നമ്മൾ ആക്ച്വലി റിമെമ്പർ ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്?
ഓക്കെ, നമ്മൾ ആക്ച്വലി സ്മരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റിമംബറൻസിലേക്ക് എത്തുന്നത് ഏത് പോയിന്റിലാണെന്ന് നോക്കുന്ന സമയത്ത് അത് ഇത്തരത്തിലുള്ള വളരെ ടെൻസ് ആയിട്ടുള്ള പ്രഷറായിട്ടുള്ള സിറ്റുവേഷൻസിലായി പോകുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പം നമ്മൾ ആക്ച്വലി ഇങ്ങനെയുള്ള ഡിസ്കഷനിലൂടെ പോകുന്ന സമയത്ത്, ഇത്തരം റിഫ്ലക്ഷൻസിലൂടെ പോകുന്ന സമയത്ത് ഒരു സഡൻ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോ മൊമെൻറ്റ് നടക്കുന്ന സമയത്തും ഇത് ഭയങ്കര മാജിക്കലാണല്ലോ, ഇത് ഡിസൈൻ ചെയ്ത ആളെക്കുറിച്ച് നമ്മൾ അറിയാതെ അവിടെ എന്ത് ചെയ്തു പോവാണ്, ചിന്തിച്ചു പോവാണ് എന്നുള്ളത്. ഓക്കെ, അറിയാതെ ചിന്തിച്ചു പോവാണ്. അപ്പോൾ വാട്ട് വി നീഡ് ടു തിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഇൻസൈറ്റ്ഫുൾ ആവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നടക്കുന്ന ഓരോ സ്റ്റെപ്പും അല്ലേ, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റെപ്പിലും ശരിക്കും ആ ഒരു ഹെൽപ്പ്, ആ ഒരു ഗൈഡൻസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ നമ്മളൊരിക്കലും വീഴാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, വീഴുന്നതിൻ്റെയും വീഴാൻ പോകുന്നതിൻ്റെയും അതിൽ നമുക്ക് പെയിൻ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഇടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേ, ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട അല്ലേ. ആ ഒരു പ്രത്യേക വളരെ ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ വേദനിപ്പിക്കുന്ന, നമ്മളെ കരയിപ്പിക്കുന്ന അല്ലെ ആ ഒരു മൊമെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, ആ ഒരു റിമംബറൻസിനെ മാറ്റി വെക്കണ്ട എന്നുള്ളത് പൊതുവേ നമ്മൾ പറയുന്നതാണ്. ബട്ട് അത് ജനറലി പറയുന്നതിന് പകരം നേരത്തെ പറഞ്ഞതുപോലെ അനുഭവതലത്തിൽ, എക്സ്പീരിയൻഷ്യൽ ലെവലിൽ ഈ ഓരോ സ്റ്റെപ്പും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സോഴ്സ് തന്നെയാണല്ലോ, അതേ എനർജി തന്നെയാണല്ലോ എന്നുള്ള ഒരു റിഫ്ലക്ഷനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതുവരെ ഫീൽ ചെയ്യാത്ത രീതിയിലുള്ളൊരു ഫ്ലോ നമ്മുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിവേ തിങ്സ് ആർ ഹാപ്പനിങ്. ഓക്കെ, എന്തായാലും ഒരു ഡിവൈൻ ഓർഡറിൽ അല്ലെ, ഒരു ഡിവൈൻ ഡിക്രിയിൽ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഇൻവോൾവ് ആകുന്നത് കൊണ്ടാണോ, ഓക്കെ, ഒരു എക്സ്ട്രാ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നത് കൊണ്ടാണോ പല കാര്യങ്ങളും നമ്മൾ മിസ്സായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ പല കാര്യങ്ങളും മിസ്സായി പോകുന്നത് എന്ന് നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഇറ്റ് വിൽ റീച്ച് ദ സീ. ഇനി ആ എക്സാമ്പിൾ ഇനി കൂടുതൽ പറയുന്നില്ല, പക്ഷേ എനിവേ ദ റിവർ വിൽ റീച്ച് ദ സീ. ആ ഒരു വെള്ളം അല്ലെങ്കിൽ ആ ഒരു ഒഴുക്ക് എന്തായാലും കടലിലെത്തും. ബട്ട് ആ ഒരു ബോധ്യത്തിലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു റിയാലിറ്റി. സോ ഇത്തരത്തിൽ സർട്ടൺ ആയിട്ടും ക്യൂരിയസ് ആയിട്ടും, ഉറപ്പാണോ എന്ന് വെച്ചാൽ ഉറപ്പാണ്, പക്ഷെ ആ ഉറപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ്, ക്യൂരിയസ് ആണ്. ഓക്കെ, ആ സർട്ടണിറ്റിയുടെ കൂടെ തന്നെ, ആ ഉറപ്പിൻ്റെ കൂടെ തന്നെ, ആ കൺവിക്ഷൻ്റെ കൂടെ തന്നെ ക്യൂരിയസ് ആയിട്ട് നമ്മളിങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. സോ അടുത്ത വീക്കിലും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്യാനുണ്ട്, അതൊരു സർട്ടണിറ്റിയാണ്. ബട്ട് ആ ഗൈഡ് ടോക്ക് എത്തുന്നത് വരെയുള്ള ഓരോ പോയിന്റിലും നമ്മൾ എന്താണ്, ക്യൂരിയസ് ആയിട്ടാണ് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കോസ്മിക് ഇൻറ്റഗ്രേഷനെ കുറിച്ച് സംസാരിച്ചിട്ടാണ്. ബട്ട് അതിൽ നിന്നും എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ്, നമ്മുടെ ഈ ഹൈ ലെവൽ ഓഫ് പെർസ്പെക്റ്റീവും ഒപ്പം നമ്മൾ ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബാലൻസ് ശരിക്കും സംഭവിക്കുന്ന ഒരു പോയിന്റിൽ അവിടെ പിന്നെ ഫ്ലോ എന്നുള്ളത് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന, നാച്ചുറലായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഡീൽ ചെയ്യുന്ന ഒരാളായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും മാറാം. കാരണം ഇത് ക്രിയേറ്ററിൻ്റെ ഫങ്ഷനിങ് ആണല്ലേ. ക്രിയേറ്റർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇറ്റ് ഈസ് ഓൺ ദിസ് കോൺസെപ്റ്റ്. ക്രിയേറ്റർ ഒരേ സമയം തന്നെ ഈ യൂണിവേഴ്സിനെ മൊത്തം പരിപാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള നേച്ചറൻസും നറിഷ്മെൻ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം എൻ്റെ വീട്ടിൽ ഒരു ചെറിയ പ്ലേറ്റിൽ എനിക്ക് വേണ്ട ഭക്ഷണവും എത്തിച്ചു തരുന്നുണ്ട് അല്ലേ. ഹൗ വണ്ടർഫുൾ ഇസ് ദാറ്റ്. ഒരേ സമയം നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത, നമുക്ക് എത്ര എക്സ്പാൻഡഡ് ആണ് യൂണിവേഴ്സ് എന്ന് പോലും അറിയാത്ത അത്രയും ദൂരത്തേക്കുള്ള ആ ഒരു ലെവൽ ഓഫ് എന്താണ്, വ്യാപ്തിയിൽ അല്ലേ, ആ ഒരു വികാസത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സംഭവം തന്നെ, അല്ലെങ്കിൽ അതേ ക്രിയേറ്റർ തന്നെ നമ്മുടെ ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ എനിക്കൊരു പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു പെണ്ണ് പെട്ടെന്ന് തരണേ, അല്ലെങ്കിൽ എനിക്കൊരു ഷവർമ ആഗ്രഹിക്കുന്നുണ്ട്, അതൊന്ന് പെട്ടെന്ന് തരണേ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അതും കൊണ്ടുതരുന്നു. സോ ഇത് മൈക്രോ ആൻഡ് മാക്രോ ലെവലിൽ നമ്മൾ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഫങ്ഷനിങ് ആണെന്ന് ചോദിച്ചാൽ അത് വേറെ ആരുടെയും ഫങ്ഷനിങ് അല്ല, അത് നേച്ചറിൻ്റെ ഫങ്ഷനിങ് ആണ്, അത് ക്രിയേറ്ററിൻ്റെ ഫങ്ഷനിങ് ആണ്. അപ്പം പലപ്പോഴും നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ലെവലിൽ മാത്രം കുടുങ്ങി പോകുന്ന സമയത്താണ് നമുക്ക് പേഴ്സ്പെക്റ്റീവ് ലൂസായി പോകുന്നത്. അപ്പം
ഇതിനെ വേറെ തന്നെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ജനിച്ച് വളർന്ന ഈ നാട്ടിൻപുറത്ത് ഉള്ള ആളുകളും അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ തോട്ട് പാറ്റേൺസും മാത്രമാണ് റിയാലിറ്റി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ഈ മൈക്രോ ലെവലിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? മൈക്രോ ലെവലിൽ ഞാൻ കുടുങ്ങിക്കിടക്കുകയാണ്. അതേസമയം ഞാനൊന്ന് പുറം രാജ്യത്തേക്ക് പോയി, ഒന്ന് ഗൾഫിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താണ് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാട്ടിൻപുറത്തെ സിസ്റ്റം വെച്ച് മാത്രം നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് പുറത്തൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മളൊന്നും കൂടെ ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഒന്നും കൂടെ ഒന്ന് കാലത്തിനനുസരിച്ചിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് അവിടെ വരാണ്, അല്ലേ? ഇപ്പോൾ കൂടുതൽ യാത്ര ചെയ്ത ആളുകൾക്ക് ഒരു പ്രത്യേക അണ്ടർസ്റ്റാൻഡിങ് കൂടും എന്ന് പറയുന്നത് പോലെ തന്നെ എത്രയാണോ നമ്മൾ മാക്രോ ലെവലിൽ കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്ര കണ്ട് തന്നെ മൈക്രോ ലെവലിലും നമുക്ക് കാര്യങ്ങളെ ഡീല് ചെയ്യാനുള്ള ഒരു പ്രത്യേക കേപ്പബിലിറ്റി നാച്ചുറലി ഇവോക്ക് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതേസമയം നേരെ വൈസ് വേഴ്സ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന സമയത്തും മൈക്രോ ലെവലിൽ ഓരോ ചെറിയ കാര്യത്തിലേക്ക് നമ്മുടെ കൂടുതൽ ഫോക്കസ് ഉള്ളോട്ട് പോകുന്ന സമയത്തും അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തുന്നത് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇതെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഡിസൈനറിലേക്ക് തന്നെ നമ്മൾ വീണ്ടും എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ് റിയാലിറ്റി, അല്ലേ? ഒരു പെയിൻറ്റർ പെയിൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ വരയിലും, അല്ലേ, ഓരോ സ്ട്രോക്കിലാണ് ബിഗിൻ ചെയ്യുന്നത്. പക്ഷേ അയാളുടെ മൈൻഡിലൊരു മാക്രോ ലെവൽ പെയിൻറ്റിങ് എവിടെയോ ഒരു സ്വപ്നമായിട്ടുണ്ട്, അല്ലേ? ബട്ട് ആ മൈക്രോ ലെവലിലുള്ള ഓരോ സ്ട്രോക്കും പെർഫെക്റ്റ് ആവുന്ന സമയത്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ആ പെയിൻറ്റിങ് കാണാൻ ഭംഗിയുണ്ടാവുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഈച്ച് സ്ട്രോക്ക് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദ പിക്ചർ ഓൾസോ ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വരയും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആ ചിത്രം കംപ്ലീറ്റ് ആവലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ വരയിൽ മാത്രം കുടുങ്ങിപ്പോകാൻ വേണ്ടി പാടില്ല. ഇനി നേരെ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വരയ്ക്കാതിരിക്കാനും പാടില്ല എന്നുള്ളതാണ്. ഓരോ വരയും ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പിക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പെർസ്പെക്റ്റീവ് ബാലൻസിലേക്ക് നമുക്ക് നമ്മുടെ ലൈഫിനെ പതിയെ എത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഓരോ മൊമെൻറ്റും നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമയം ഉറപ്പോട് കൂടിയിട്ടും അതേസമയം ക്യൂരിയസ് ആയിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്നത്തേത് ഒരു ടേക്കിംഗ് ഓവർ എന്ന് തുടക്കത്തിൽ പറഞ്ഞ ടേക്കിംഗ് ഓവർ അല്ല, ആ ഒരു ഫ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ട് ഗൈഡ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പം എന്തായാലും നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് ചില ഇൻസൈറ്റ്സ് നാച്ചുറലി സംഭവിക്കും. ഇപ്പോൾ ഇവിടെ വന്ന് ഇരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ തന്നെ ആ റെഡിനെസ്സിലൂടെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കും. അതിൻ്റെ കൂടെ ഈ ഡിസ്കഷൻ നിങ്ങളെ കുറച്ചെങ്കിലും എക്സ്ട്രാ ആ റെഡിനെസ്സിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കരുതാണ്. ബാക്കി കാര്യങ്ങൾ മെൻറ്റർ ഖദീജ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഈ ഒരു ബാലൻസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിതിനെക്കുറിച്ച് വീണ്ടും കേൾക്കാനിടയാവും. ഓക്കെ, നമ്മളിതിങ്ങനെ ഡിസ്കസ് ചെയ്ത് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മളിങ്ങനെ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് സംഭവിക്കുന്നിടത്താണല്ലോ കാര്യം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലേ, ഇങ്ങനെ ഒരു പുഴയുടെ എക്സാമ്പിളും കടലിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് സംഭവിക്കണം, ഇറ്റ് ഷുഡ് ഹാപ്പൻ. അപ്പോൾ ആ ഹാപ്പനിങ്ങിലേക്ക് എത്താൻ, ഓക്കെ, വാട്ട് ഷുഡ് ഐ ബി? ആ ഹാപ്പനിങ്ങിൻ്റെ ഭാഗമാകാൻ വാട്ട് ഷുഡ് ഐ ബി? ആ സംഭവിക്കലിൻ്റെ ഭാഗമാകാൻ വാട്ട് ഷുഡ് ഐ ബി? അവിടെ നമ്മൾ അൾട്ടിമേറ്റായിട്ട് കഴിഞ്ഞ റൂമി നൈറ്റിൻ്റെ തീമിലൊക്കെ പറഞ്ഞതുപോലെ ആ കൺട്രോൾ സറണ്ടർ ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മൾ ആ ഹാപ്പനിങ്ങിൻ്റെ ഭാഗമാവുന്നത്. ഓക്കെ, എല്ലാം സംഭവിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ സംഭവിക്കലിൻ്റെ ഭാഗമാകാൻ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സംഭവമായിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്ഡ്. ഓക്കെ, നിങ്ങൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ലൈറ്റിലേക്ക് ഒരു എക്സ്ട്രാ സ്പാർക്ക് എവിടെയെങ്കിലും ഡിസ്കഷൻ്റെ ഇടയിൽ കിട്ടിയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് എവരി വൺ. വിൽ മീറ്റ് അഗെയിൻ in another session. Okay, thank you.